വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ ഇവിടെ കയറി പിടിച്ചു. അത് ഇവിടെ എന്നോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവളുടെ ബാക്കിൽ കയറി പിടിച്ചു ഇയാൾ. ഇവന്റെ അടുത്ത് അവർ പറഞ്ഞു എന്നെ എവിടെന്നോ തെരുവിന്ന് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടില്ല ഇതുവരെ, അപ്പൊ അങ്ങനെ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പച്ചൻ നിന്റെ അമ്മയുടെ അങ്ങനെ എന്തോ പറഞ്ഞ് ഇവളുടെ നേരെ ചെന്നു. അപ്പോ ഇവള് നിലവിളിച്ച്, ഇവളാകെ വിറച്ച് ഉറക്കം നിലവിളിച്ചു. അപ്പൊ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോ ഒരല്പം ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ മാത്രം ഒരു വരുമാന മാർഗമായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ലൈഫിൽ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, ഒപ്പം തന്നെ ചെറിയ പ്രായത്തിൽ എടുത്തു ചാടിയുള്ള കല്യാണം, പിന്നീട് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, കല്യാണത്തിന് മുന്നേ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക രണ്ടാളുകളും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സൈക്കോ കള്ളനാണ് വിഷയം. സൈക്കോ കള്ളൻ റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ തൻ്റെ ലൈഫിലുണ്ടായിരിക്കുന്ന വളരെ മോശം അനുഭവത്തിലൂടെയൊക്കെ തന്നെ, അല്ലെങ്കിൽ മോശം സമയങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സൈക്കോ കള്ളൻ ആയതുകൊണ്ട് തന്നെ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് അവസാനം പുലി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് സൈക്കോ കള്ളൻ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഈ പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങളും എത്രത്തോളം നമ്മൾ വിശ്വസിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ആൾക്കാർ ഇതിനെ എടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് സൈക്കോ കള്ളൻ ആ ഒരു വീഡിയോയിൽ തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട ആ ഒരു സംഭവത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞൊരു കാര്യം ഒരിക്കലും കള്ളമാകുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരങ്ങനെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. അപ്പം നമ്മളും അതിൽ പങ്കുചേരുന്നു. പിന്നെ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഒരു വീഡിയോ മൊത്തത്തിലൊരു ഇൻവെർട്ടഡ് കോമയിലാണ് ഇടുന്നത്, ഈ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ. കാര്യം ഇത് മാത്രമല്ല പറയുന്നത്, വീട്ടിലെ കുറച്ച് ഇഷ്യൂസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, സത്യമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലൂടെ നമുക്ക് കേൾക്കാനുണ്ട് എന്നുള്ള ഈ കാര്യങ്ങൾ ഈ വീഡിയോ മൊത്തത്തിലായിട്ട് ഞാനൊരു ഇൻവെർട്ടർ കോമയിൽ ഇടുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ വീഡിയോയുടെ മുന്നോട്ട് ഞാൻ അതിനെപ്പറ്റിയിട്ട് സംസാരിക്കണില്ല, അത് വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയണില്ല. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ സൈക്കോ കള്ളൻ തന്നെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു AI ജനറേറ്റഡ് ഫോട്ടോയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇത് കണ്ടിട്ട് ഇത് ഒറിജിനൽ ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, എന്നാൽ AI ആണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇതിനുശേഷം തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോക്കകത്ത് കുറച്ച് ഉഡായിപ്ലിക്കേഷൻ ആൾക്കാർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ കുറേ കമൻസ് ഒക്കെ ആൾക്കാർ കൂടുതലും വന്നത്, ഒരു കുഞ്ഞിന് ഇല്ലാത്ത വേദന നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ള കുറേ കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ ഇൻസ്റ്റയിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് മുന്നേ നിങ്ങൾ എൻ്റെ യൂട്യൂബിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ബയോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ യൂട്യൂബിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു വി ആർ ജസ്റ്റ് ക്യാരക്ടേഴ്സ്, ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കഥാ തിരക്കഥാ സംഭാഷണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കിന് തൻ്റെ ഡിസ്ക്രിപ്ഷൻ യൂട്യൂബിലെ മാറ്റിയിട്ടുണ്ട്, കഥാ തിരക്കഥാ സംഭാഷണമൊക്കെ തൽക്കാലത്തേക്ക് നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ വീട് വിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അവർ അതിനുശേഷം ഇട്ടേക്കുന്ന ഒരു റീൽ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: കയ്യിലാണെങ്കിൽ കാശില്ല, കയറി പോകാൻ ഒരു വീടുമില്ല, കുറച്ച് ദിവസത്തേക്ക് അവളുടെ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒറ്റക്കിട്ട് ഓള് പോവില്ലത്രേ. 1 വർഷം മുന്നേ അവൾ ഇറങ്ങി വന്നു. 7 മാസങ്ങളോളം വാടകയ്ക്ക് രണ്ടാളും താമസിച്ചു. ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നു 4-5 മാസമായി. ഇപ്പോൾ അവിടെ നിന്നും ഇറങ്ങിപ്പോവേണ്ട അവസ്ഥയായി. ഇനിയും ഒരു കാര്യം പറയാനുണ്ട്, എങ്ങനെ അത് പറയുമെന്നറിയില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നതും അതാണ്. ആ ഒരു സങ്കടം തീർച്ചയായിട്ടും അവർക്കുണ്ട്. കാര്യം എന്ന് വെച്ചാൽ മുൻപ് അങ്ങനെ നമ്മുടെ ഓഡിയൻസിനെ അത്തരത്തിൽ അങ്ങനെ ഒരു കാര്യം ഇട്ടപ്പോഴത്തേക്കിന് ആൾക്കാർ പിന്നീട് പറയുന്ന ഓരോ സാധനങ്ങളും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാനിത് ശവത്തിൽ കുത്താണെന്നൊന്നും വിചാരിക്കില്ലേ. ഇത് ഇനിയാണെങ്കിലും ആൾക്കാർ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് പലതും നമ്മൾ കൊണ്ടിടുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നല്ല ഒന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് പറഞ്ഞെന്നുള്ളത് കേട്ടോ. പിന്നെ ഇതിനകത്ത് കമൻറ്റ് ബോക്സിലൊരു സാധനം AJ ഈൻസോ എന്ന് പറയുന്ന ഒരാളിട്ടേക്ക് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ക്യാഷിൻ്റെ വല്ലതും സീനുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരു വാക്ക് ചോദിക്കണ്ടേ സിബിയെ, ഞാൻ എവിടെന്നേലും ഒപ്പിച്ച് തരൂലേ, ഇജ്ജ് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കാനും മാത്രം ഞാൻ എന്താ എന്നെ കാട്ടേന്ന് ചോദിച്ച് ഇജ്ജ് കമൻറ്റ് കാണൂലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞപ്പം സൈക്കോ കള്ളൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ട് ആകെയുള്ള ഇൻകം നിർത്തിയില്ലേ ഈ. അപ്പം ഞാൻ ഏത് വീഡിയോ ഇട്ടപ്പോഴാണ് നിൻ്റെ ഇൻകം നിന്നെ ക്ലാരിഫൈ ചെയ്, ഒന്നും പറയാനില്ല. അപ്പം ഇജ്ജെന്നും പറഞ്ഞുകൊണ്ടിട്ടുണ്ട്. അതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയുക. വരുമാനം നിന്നു അല്ലെങ്കിൽ നിർത്തി ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ ഇനിയും സർക്കാസം വല്ലതും അടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ലോ അവർ. അപ്പം എന്താണെങ്കിലും ഇവർ ആ ഒരു വീട് വിട്ട് ഇറങ്ങി ഇപ്പോൾ മാറി നിൽക്കുകയാണ്. അപ്പം
ഇവർ ഒളിച്ചോടി പോയി മുമ്പ് വിവാഹം കഴിച്ച് വാടക വീട്ടിലൊക്കെ ആയിരുന്നു ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം സൈക്കോ കള്ളൻ്റെ അമ്മയുടെ അമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തേക്ക് ഇവർ ആ ഒരു വീട്ടിലോട്ട് പോയിട്ടുള്ളതായിരുന്നു, തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുള്ളതായിരുന്നു സൈക്കോ കള്ളനും തൻ്റെ വൈഫും കൂടെ. അപ്പോൾ അവിടെ ആ ഒരു അപ്പാപ്പനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അപ്പാപ്പൻ അൾഷിമേഴ്സ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു ഇവർ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡിമെൻഷ്യ ആയിരുന്നു. പിന്നീട് പുള്ളി അവിടെ ഭയങ്കര വിഷയമൊക്കെ ആയിട്ട് 1ഉം 2ഉം ഒക്കെ അവിടെ തന്നെയാണ് ഫുള്ള് സാധിക്കുക. പിന്നീട് ഇവർക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഇവർ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. വന്നതിന് ശേഷം മനസ്സിലായി അപ്പച്ചന് അൽഷിമേഴ്സ് അല്ല, വേറെ ഡിമെൻഷ്യ എന്നുള്ള അസുഖമാണെന്ന്. അൽഷിമേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഓക്കെ, വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ ഇവിടെ കയറി പിടിച്ചു. അത് ഇവിടെ എന്നോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അതങ്ങനെ അസുഖമല്ലേ എന്ന് വിചാരിച്ചു, മിണ്ടാണ്ട് വിട്ടു. ഓക്കെ, പിന്നെ വീട്ടിൽ അതും ഇതും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വഴക്കും വെക്കാനൊക്കെ ആയി തുടങ്ങി. വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ ദേഷ്യത്തിൽ എന്നാൽ പൊക്കൂടാർന്നോ എന്തിനാ ഇവിടെ നിന്നെന്നുള്ളൊക്കെ സംസാരങ്ങളൊക്കെ അവിടെ വരാൻ തുടങ്ങി. ദേഷ്യത്തിൽ അങ്ങനെ വരാൻ തുടങ്ങി. തിരിച്ച് ഞാനും പറയാൻ തുടങ്ങി. ഇവളെ തെരുവെന്ന് വന്നവളെ കൊണ്ടുവന്നിട്ട് അമ്മയടുത്ത് വക്കാനുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി. അങ്ങനെയല്ല, അത് നീ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഞാൻ ഇവന്റെ അടുത്ത് അവർ പറഞ്ഞു എന്നെ എവിടെന്നോ തെരുവിന്ന് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട്, ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം ഞങ്ങൾ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എവിടെന്നോ തെരുവിന്ന് കിടന്ന ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കെട്ടി കിടത്തേക്കുക, കെട്ടിയിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു. അപ്പം അതും വഴക്കുണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം തമ്മിൽ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആണ് പറഞ്ഞത് ഈ സംഭവം. എന്തായിരുന്നോടി, അപ്പച്ചൻ നിന്റെ അമ്മയുടെ അങ്ങനെ എന്തോ പറഞ്ഞ് ഇവിടെ നേരെ ചെന്നു. അപ്പോ ഇവള് ഇവളാകെ നിലവിളിച്ചു, ഉറക്കം നിലവിളിച്ചു. അപ്പുറം നാട്ടുകാരടക്കം കേട്ടു. അങ്ങനെയൊക്കെ അത്രയും ബുദ്ധിമുട്ട് നശിച്ച് ഞങ്ങൾ ഇല്ലാണ്ടായി തുടങ്ങി. ഞങ്ങൾക്ക് വീഡിയോസ് ഇടാറില്ല. എനിക്ക് അവിടെ ഒരു പണിക്ക് പോകാൻ പറ്റില്ല, മനസ്സിലായോ? അയാൾ ഇത്രയും മാനസിക രോഗിയാണ്. അയാൾ ഇവിടെ എന്തെങ്കിലും കയറി കാട്ടുമോ, അങ്ങനെ ഓരോ പേടി കാരണം ഞാൻ പണിക്ക് പോകാനോ ഒന്നിനും പറ്റില്ല എനിക്ക്, മനസ്സിലായോ? വരുമാനം വേണ്ടേ, പൈസ വരവ് അവിടെ നിന്നു, മനസ്സിലായോ? ഇനിയിപ്പോൾ ഈ യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റയിൽ നിന്നും പൈസ കിട്ടുന്ന വിചാരിച്ചാൽ അത് നടക്കുന്നില്ല. അതിനും വീഡിയോ ഇടണം, എന്നാലേ കിട്ടുള്ളൂ, മനസ്സിലായോ? ആ വീഡിയോ ഇടാനുള്ള സമാധാനം പോലും ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതൊക്കെ ഞാൻ പറയും. ഇനിയിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആരെനിക്ക് മെസ്സേജ് അയച്ചാൽ വിളിക്കുക ഒന്നും വേണ്ട. പറയാനുള്ളതൊക്കെ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ജീവിക്കണം. ഓക്കെ, അങ്ങനെ എല്ലാം ഒന്നും പറയുന്നില്ല. പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ തെളിവ് സാധ്യതയുണ്ട്, പക്ഷെ അതൊന്നും പറയുന്നില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം എനിക്ക് ഫോർച്യൂണർ വാങ്ങാം. ഓക്കെ, മറ്റേ പ്രവീൺ കൊച്ചു അവരുടെ ടീം പോലെ ആ പരിപാടി പോലെ. പക്ഷെ ഒന്നിനും വരുന്നില്ല. അത്രയും ഞങ്ങൾ സഹിച്ച് നിന്ന് എല്ലാ ചെലവും ഞാൻ തന്നെയാണ് അവിടുത്തെ നോക്കിയത്. പിന്നെ അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവളുടെ ബാക്കിൽ കയറി പിടിച്ച് ഇയാൾ ആ വീട്ടിൽ ഫുള്ള് തീട്ടത്തിന് മണവും മൂത്രത്തിന്റെയും കുഴഞ്ഞു കിടക്കുന്ന ഒരു ഇതാണ്, മനസ്സിലായോ? അത് എത്ര വട്ടം വൃത്തിയാക്കിയാൽ പോലും ഇയാൾ വീണ്ടും ഇത് ചെയ്യും. ഇത് അറിയാതെ പോകുന്നതല്ല, മനസ്സിലായോ? ഇത് പാമ്പേഴ്സ് ഇട്ട് കൊടുത്ത് അതിന് പോകുന്നതല്ല. പാമ്പേഴ്സ് ഇട്ട് കൊടുത്ത് അത് ഊരിയിട്ട് പരിപാടിയാക്കും, മനസ്സിലായോ? അല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെ എന്താണെങ്കിലും ഇങ്ങനെ ഒട്ടും ജീവിക്കാൻ അത്ര രസകരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു അന്തരീക്ഷം അല്ല എന്നുള്ളത് മനസ്സിലായപ്പോഴത്തേക്കിന് ഇവർ തിരിച്ച് വീട് വിട്ട് മറ്റൊരു വീട്ടിലോട്ട് പോകാന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ പ്രഗ്നൻ്റ് ആവുന്നത്. പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആ വീട് വിട്ട് മാറണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് അവരങ്ങനെ എത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ വീട് വിട്ട് മാറാതെ അങ്ങനെ അവിടെ നിന്ന് എന്നുള്ളതാണ് ഇവരിവിടെ പറയുന്നത്. ഞങ്ങൾ വീട് മാറാൻ തുടങ്ങുന്ന കറക്റ്റ് സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മെയിനായിട്ട് സൈക്കോനെ ഭീഷണിയാണ്. സൈക്കോ അന്നേരം അതിനകത്ത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അച്ഛനമ്മമാർ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആരായാലും അങ്ങനെ നിൽക്കും, അവനെ കുറ്റം പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സൈക്കോട് പറഞ്ഞു ഇതും പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ പറയേണ്ട അവസ്ഥ ആയിപ്പോയി. ഇത് പിന്നെ പല ആണുങ്ങളും ഫേസ് ചെയ്തൊരു കാര്യമാണ്. കാര്യം കല്യാണം കഴിച്ചതിന് ശേഷം അമ്മയും തൻ്റെ ഭാര്യേനെയും ഒരുമിച്ച് അല്ലെങ്കിൽ കുടുംബവും ഭാര്യേനെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകാന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ പോകുന്ന പല ആണുങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ചുറ്റുപാടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും നല്ലൊരു ചുറ്റുപാടിലോട്ട് കൊണ്ടുപോകാന്നുള്ള കാര്യമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. വരുമാനം നിന്ന് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് പഠിപ്പിക്കാൻ വിടാലോ, സ്വന്തം നാട്ടിൽ പോയി അവിടെ പഠിപ്പിക്കാൻ വിടാലോ വന്നിട്ട് ഞാൻ അവിടെ നിർത്തി. അടിമാലിൽ പഠിക്കാനുള്ള തന്നെ ശരിയാക്കിയതാ. അപ്പൊ ആ സമയത്താണ് ഇവിടെ ഇവന്റെ അമ്മയുടെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. കല്യാണത്തിന് മുന്നേ പല ആളുകളും ഇത്തരത്തിൽ കല്യാണശേഷം പഠിക്കാൻ വിടാന്നുള്ള ഇതിലൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്ന ആളുകളിൽ രണ്ട് രീതിയിലാണ് സംഭവിക്കാറുള്ളത്. ഒന്ന്, ഇത്തരത്തിൽ പിന്നീട് ഇവരെ പഠിപ്പിക്കാൻ വിടാനെ കൊണ്ടൊരു സാഹചര്യം ചുറ്റുപാടും നമുക്ക് ഉണ്ടായി എന്നുള്ളത് വരത്തില്ല. അതാണ് ഇവിടെ സൈക്കോ കള്ളൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ പഠിക്കാൻ വിടാനെ കൊണ്ട് താല്പര്യം കാണൂല ചിലർക്ക്. അങ്ങനെയാണ് പല ആൾക്കാരും പോകുന്നത്. ഇത് രണ്ടാണെങ്കിലും ഇതിനെ പറ്റിയിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ആരാണ്? അവർ സ്വയം അവരെ പറ്റിയിട്ട് തന്നെ ചിന്തിക്കണം. നമ്മൾ വിദ്യാഭ്യാസമാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. നമ്മൾ ഫിനാൻഷ്യലി
ഇൻഡിപെൻഡൻ്റ് ആവണം, അതിനുശേഷം വിവാഹം എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഞാനിത് പറയുമ്പോഴും സൈക്കോ കള്ളന് അങ്ങനെ ഒരു സ്നേഹമില്ല എന്നോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ അടിപൊളിയായിട്ടുള്ള സ്നേഹത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇതിനകത്ത് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അത്രയും സ്നേഹമുള്ള ആൾക്ക് മാത്രമേ ആ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു വീഡിയോയുടെ മേജർ പോർഷനിലോട്ട് നമുക്ക് പോകാം. ഇവരുടെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അറൗണ്ട് ഒരു 4 മിനിറ്റ് അടുപ്പിച്ച് ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ്, ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണുന്നത് ആ വീടിന്റെ അപ്പച്ചൻ കിടക്കുന്ന ഭാഗം, ആ ഭാഗം മാത്രം ഫുള്ള് തീട്ടം മൂത്രവും. ഇങ്ങനെ ഇത് അറിയാണ്ട് ഇങ്ങനെ പോകുന്നതല്ല, മനസ്സിലായോ? അങ്ങനെ അസുഖം അതാണ്, ശരി, സമ്മതിച്ചു, ഓക്കെ. അത് നമ്മൾ അസുഖം അതായതുകൊണ്ട് മാത്രം നമ്മൾ ഇതെല്ലാം സഹിച്ചവിടെ നിന്നത്, ഓക്കെ. എന്നിട്ട് ഈ നാറ്റവും മൂത്രവും കാരണം ഇവർക്ക് ഛർദ്ദിക്കാൻ പറ്റില്ല, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ പ്രശ്നമാണ് വയറ്റില്, മനസ്സിലായോ? ഇളകാൻ പാടില്ലല്ലോ. അപ്പൊ ആ സിറ്റുവേഷൻ വരെ എത്തി. എന്നിട്ട് ആ മണം കാരണം ഇവള് വീടിന്റെ ഉമ്മറത്ത് കസേരയിട്ട് അവിടെ ഇരുത്തിയിട്ട് ഇവിടെ ഇരുത്തി. ആ ടൈമിൽ അകത്ത് മമ്മി ക്ലീൻ ആക്കുക. ആ ടൈമിൽ ഞാൻ പോകുക, ഇവിടെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് പോകുക. ഞാൻ പോയിട്ട് വന്നത് അതിന് മുന്നേ ഞാൻ എണീറ്റതാ. അപ്പം നമുക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പം അതിന് മുന്നേ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും കുറെ കഴിഞ്ഞിട്ടാണ് സൈക്കോ പോയത്. എന്നിട്ട് ഞാൻ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. ആ 4-5 മണിക്കൂറും ഇവളാ കസേരയിൽ ഇരിപ്പിരുന്നു. അത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് കേട്ടോ. അത് ഞാൻ പിന്നെ ഇരുന്നത്. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് കുട്ടിക്കോ. ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വയറുവേദന എന്ന് പറയുന്നു തുടങ്ങി. പക്ഷെ അത് എനിക്ക് പറയാനുള്ള ഒരു ബോധം വന്നില്ല. കാരണം ഞാൻ ഇത്രയും കാരണം ഈ 5 മണിക്കൂറും വീടിന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുമായിരുന്നു ആയിരുന്നു. അപ്പം ഞാൻ സൈക്കോട് പറഞ്ഞില്ല, എനിക്കത് പറയാൻ, അതായത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് വേദന, അത് കഴിഞ്ഞിട്ട് രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക്, അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വേദന കൂടി. പിന്നെ മൂത്രം ഒഴിക്കുമ്പോ ഒരു കഷ്ണം പോലെ ഒരു ഇത് പോയി. അപ്പോഴേ ഞങ്ങൾക്ക് രണ്ടാൾക്കും വിറയ്ക്കാൻ തുടങ്ങി, പേടിച്ച്. എന്താ കാട്ട് ഇത്ര ഒരു സാധനം, ആ സാധനം പോയി കഴിഞ്ഞപ്പോ തന്നെ തലയിറങ്ങി ആകെ കുഴഞ്ഞു. പിന്നെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ഞാൻ എണീപ്പിച്ചു. അത് അപ്പൊ എനിക്ക് ടെൻഷൻ ആയില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കണ ചിലപ്പോ ഈ ബ്ലഡ് പോകുന്നു പറഞ്ഞിട്ടില്ലായിരുന്നു, അഴുക്ക ബ്ലഡ് പോകുന്നു പറഞ്ഞിട്ടില്ലായിരുന്നു, അത് പോയതായിരിക്കും എന്ന് തന്നെ കരുതിയാ ഞാൻ ഇരുന്നത്. അപ്പൊ പിന്നെ രാത്രി നടക്കുന്നത് 2:30. അപ്പൊ ഇവള് ഈ തലകറങ്ങി ഇങ്ങനെ കിടന്നപ്പോ എനിക്കാകെ മേലും കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. എന്റെ ചങ്ക കിടന്നിരിക്കുമ്പോ എന്തൊക്കെയോ ആയി. അപ്പൊ ഞാൻ പേടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവളാ വേദന സഹിച്ചു. ഇവൾക്ക് വയറ് ഒടുക്കത്തെ വേദനയായിരുന്നു. പക്ഷെ അവൾ എന്റെ മുന്നിൽ കാണിച്ചില്ല, ഞാൻ ഇതാവുന്ന കാരണം. എന്നിട്ട് രാത്രി ഭയങ്കര ടെൻഷൻ അടിച്ചു, നല്ല ടെൻഷനായി. ഇവൻ അത്രയും ടെൻഷൻ അടിക്കാൻ ഞാൻ അപ്പഴാണ് കാണുന്നത്. അപ്പൊ അവനിങ്ങനെ മേലൊക്കെ ഇങ്ങനെ വിറച്ച് ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല സൈക്കോ, ഒന്നുമില്ല. നിനക്ക് ഇനി അഥവാ നിനക്ക് ഭയങ്കര ഇതാ തോന്നുവാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് തന്നെ കിടക്കുക. അപ്പോഴും ഭയങ്കര വയറ്റുവേദന. കാണിച്ചില്ല കേട്ടോ, പറഞ്ഞില്ല ഇവന്റെ അടുത്ത്. അന്ന് രാത്രി ഉറങ്ങാതെ ആ വേദന സഹിച്ച് ഇവിടെ പിടിച്ച് കിടക്കാൻ പോലും പറ്റണില്ല. എന്നിട്ട് തല അങ്ങനെ അങ്ങനെയൊക്കെ, അതായത് വയറ് തട്ടാണ്ട് നമ്മള് ഇങ്ങനെ നിക്കില്ലേ, ഇപ്പൊ എന്താ കിടക്കുക. അപ്പൊ ഞാൻ ഇവന്റെ വയറ്റില് തല വെച്ചിട്ട് കാല് മടക്കി വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കിടന്നു. കാരണം വയറൊക്കെ തൂങ്ങി എന്ന് പറഞ്ഞാൽ വയറ് അങ്ങോട്ട് തട്ടാതെ അങ്ങോട്ടും ബലം പോവാതെ അങ്ങനെ അത്രയും സഹിച്ച രാവിലെ 5 മണി വരെ 5-5:30 വരെ വേദന സഹിച്ചിട്ട് കിടന്ന് എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയി. എന്നിട്ട് രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് എണീറ്റു. അപ്പോ ഇവൾക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും ആവുന്നില്ല. എന്നിട്ട് രാവിലെ ബാത്റൂമിൽ പോയപ്പോ ഫോട്ടോ കാണിച്ചു തരാം, ബ്ലറായി കാണിച്ചു തരാം. അപ്പൊ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് ഇങ്ങനെ വരുവാ. അപ്പൊ ഞാൻ സൈക്കോ പറഞ്ഞു, സൈക്കോ ബ്ലഡ് വരുന്നുണ്ടോ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ സൈക്കോ അവന് ഇട്ടിട്ട് ഊരിയിട്ട് ഒരു ബനിയൻ എനിക്ക് എടുത്തു പെട്ടെന്ന്. അപ്പൊ ഞാൻ അതുകൊണ്ട് പിടിച്ചു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സാധനം വന്ന്. പിന്നെ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സഞ്ചിയോടെ പുറത്ത് വന്ന അബോഷനായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പേടി ഇവൾക്കൊന്നും പറ്റാണ്ടിരിക്കണേന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞിട്ടും ക്ലോസറ്റിലും എന്തൊക്കെയോ സാധനങ്ങൾ ചാടിപ്പോയി. ഒന്ന് ഓർത്ത് നോക്കണ്ടോ, സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരാളെ നോക്കാൻ വേണ്ടി വന്ന് അയാള് കാരണം നഷ്ടം മാത്രമേ ഉള്ളൂ. ഒന്ന് ഓർത്ത് നോക്കണം, ഇവളുടെ വയസ്സ് 19, എന്റെ വയസ്സ് 22. എന്നിട്ട് അത്രയും ഞങ്ങൾ അതൊക്കെ പിടിച്ച് നിന്ന് അത് പോയി. പിന്നെ അവൾക്ക് ഫുള്ള് ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. മേലനങ്ങി നടക്കുക അങ്ങനത്തെ ഒരു ഇതും പറ്റില്ല. പക്ഷെ അപ്പോഴൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അതായത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഇരുന്നത് കൊണ്ടാണ് പോയതെന്ന്. കാരണം എനിക്കറിയില്ല അങ്ങനെ ഇവിടെ ഇരുന്നിട്ടുണ്ടെന്ന്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അന്ന് ഉടുപ്പ് മാറ്റാൻ പോയി വന്ന് 5 മണിക്കൂറിൽ വന്നതിന്റെ അരമണിക്കൂർ മുന്നാണ് ഇവിടെ അകത്ത് കയറി കിടന്നത്. അത്രയും നേരം അകത്ത് ക്ലീൻ ആക്കുകയായിരുന്നെന്ന്. അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന്. എന്നിട്ട് എന്റെ കുട്ടി വരെ മരിച്ചുപോയി
അത് വളർന്നു വരുന്ന ജീവനുള്ള ഹൃദയം ഹാർട്ട് ബീറ്റ് ഉള്ള കൊട്ടി വയറ്റിലുള്ളത്. അത് ആ തുണിയിൽ ഗർഭസഞ്ചി അടക്കം വന്ന് ഇതാക്കുക. പിന്നെ ഇവക്കൊന്നും പറ്റാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പേടി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു. ദൈവം ഞങ്ങളുടെ കൂടെ ആയതുകൊണ്ട് അവർക്ക് പിന്നെ വേറൊരു കുഴപ്പമില്ല, ഫുൾ റെസ്റ്റ് എടുത്താൽ മതിയായി. തുടക്കം തന്നെ ഇങ്ങനൊരു ചുറ്റുപാടിലൂടെ ആയിരുന്നു. ഈ ഒരു പ്രഗ്നൻ്റ് ആയ ഒരു ടൈമിൽ തന്നെ ഈ ഒരു ചുറ്റുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയുള്ളപ്പം ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിരുന്നു ബെറ്റർ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് സങ്കടപ്പെടുത്താനോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ഇനിയുള്ള ആൾക്കാരാണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇത്രയും സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്, ആ ഒരു കെയർ കാര്യങ്ങളൊക്കെ അത്രത്തോളം സൈക്കോ തൻ്റെ വൈഫിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്താ പറയുക, ആ ഒരു ചുറ്റുപാട് കൂടെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാനെ കൊണ്ട് പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നിങ്ങനെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യത്തിലൂടെ അവർ കടന്നു പോകില്ലായിരുന്നു. എന്താണെങ്കിലും ആ ഒരു സങ്കടത്തിൽ നമ്മളും പങ്കുചേരുന്നു. ഇതിനുശേഷം ഇവർ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം ഇത്രയും സീനായിട്ട് അവർ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമൊക്കെ പുറത്തിങ്ങനെ വെയിലത്തൂടെ ഒക്കെ ആയിരുന്നു ഫുള്ള് ഇവർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവരൊരു റീൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ സൈക്കോടെ അമ്മ വന്നൊരു കമൻറ്റ് ഇട്ടു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇട്ടേക്കുന്നൊരു കമൻറ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ. എൻജോയ് ചെയ്യും മക്കളെ, ഇതൊന്നും അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല, അതുകൊണ്ട് എൻജോയ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇട്ടേക്കുന്ന ആളുടെ ഒരു പ്രൊഫൈലിൻ്റെ ID-യുടെ ഇതൊന്നും കൊടുത്തിട്ടില്ല, ഇങ്ങനൊരു കമൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇങ്ങനൊരു കാര്യം സൈക്കോടെ അമ്മ തന്നെയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു സാഹചര്യത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ പോയ സമയത്ത് അങ്ങനെ പറയാൻ ആ ഒരു വ്യക്തിക്ക് തോന്നിയെങ്കിൽ, ഇത് ആ അമ്മ തന്നെയാണ് ഇങ്ങനൊരു കമൻറ്റ് ഇട്ടതെങ്കിൽ ഇത് ശരിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻവെർട്ടർ കോമയിലുള്ള ആ ഒരു സാധനം തന്നെ ഭയങ്കര മോശമാണ്. ഒരിക്കലും അങ്ങനെ ഒരാളെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അവരും ഒരു സ്ത്രീ തന്നെയല്ലേ, ഓപ്പോസിറ്റുള്ള സൈഡ് എന്താണെന്ന് നമുക്കറിയത്തില്ല, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ അവരും ഒരു സ്ത്രീയല്ലേ, അവരും ഒരു അമ്മയല്ലേ. അങ്ങനെയുള്ളപ്പം ഇങ്ങനൊരു സാധനത്തെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അമ്മ എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ട് കൂടി അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും കർമ്മം കൊണ്ടുകൂടി അതാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിലുള്ള ഒരു റെസ്പെക്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിന് ശേഷം പറയുന്ന ആരോടെ കേൾക്കാം. ഇവള് തിരിച്ചു പറയുന്ന ആളല്ല. ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. അപ്പൊ കൂടി ഇവള് വായ അടച്ച് മിണ്ടാണ്ടിരുന്നിട്ട്, വായ അടക്കേണ്ടി വന്നിട്ടില്ല, ഞാൻ മിണ്ടാണ്ടിരിക്കുന്നേ പറയും. അവള് മിണ്ടില്ല. അവസാനം സഹി കെട്ട് ഇവള് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇല്ലെന്ന് പറയുന്നില്ല. അവസാനം സഹി കെട്ടാ ഇറങ്ങുന്ന ദിവസം നല്ലോണം തിരിച്ചു പറഞ്ഞു. പിന്നെ ഈ കമന്റ് ഇട്ടതിനും എന്നെ കളിയാക്കുന്നതിനും എന്നെ ഭീഷണിപ്പെടുത്തുന്നതിനും അപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ കുറേ അവരുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചു കേട്ടോ കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് എനിക്ക് അത്രയ്ക്ക് പറ്റണില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവരിനി ഇപ്പം പറഞ്ഞില്ലേ ചാവെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ, അപ്പോഴും നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വേറെ രീതിയിൽ കൊണ്ടുപോകും. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു. കാരണം നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവരത് മനസ്സിലാക്കണം. കാരണം എനിക്ക് എൻ്റെ ഭാഗത്തൊന്നും ഇല്ല, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ ഞാനും വിളിച്ച് എന്തെങ്കിലുമൊക്കെ എനിക്കും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറയാനുണ്ടാവില്ല, ഞാൻ പറഞ്ഞോട്ടെ എന്ന് അമ്മയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, എന്നെപ്പോലെ തന്നെ അത് നിന്റെ അമ്മ തന്നെയാണ്, എന്നെ നീ കാണുന്ന പോലെ തന്നെ ആ അമ്മേനെ നീ അതുപോലെ കാണണം, അപ്പം നീ അവരുടെ അടുത്ത് ഒന്നും പറയാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ആ സ്വന്തം അമ്മ പറഞ്ഞ. ഇവിടെയാണ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആവുന്ന ആ ഒരു ടൈമിലൊക്കെ ഇപ്പം ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടുകാരെ പിണയ്ക്കെന്ന് പറഞ്ഞാലും കുഞ്ഞൊക്കെ ആയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ ഒന്ന് സ്നേഹത്തിലൊക്കെ ആവുന്നതല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇവർക്ക് എന്നാൽ ആ ഒരു സമയത്തൊക്കെ അങ്ങോട്ടേക്ക് പോയാൽ പോരായിരുന്നു. ആ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ടൈമിൽ ആ ഒരു കെയർ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുമായിരുന്നില്ലേ. ഇവിടെയാണ് പിന്നെയും നമുക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവരാണെങ്കിൽ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്, വേറെ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത രീതിയിൽ ഇപ്പം റൂം എടുത്തൊക്കെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് പോയി നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. കാര്യം അമ്മയായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അവിടെ പ്രശ്നമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫുള്ള് ഇങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു സാധനം ഇങ്ങനെ സ്റ്റിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനുശേഷം ഇവരൊരു പ്രൊമോഷന് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10-12,000 രൂപയുടെ ഒരു സാധനങ്ങളൊക്കെ. അപ്പോൾ വീട്ടിലെ സാഹചര്യം അത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏതോ 2 ഷൂവിൻ്റെ എന്തോ സാധനമാണ്. അപ്പോൾ പിന്നീട് ഈ 10-12 രൂപ അങ്ങാണ്ട് തിരിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഉണ്ടായേക്കുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം ഇപ്പം നിലവിൽ കടമൊക്കെ വാങ്ങിച്ചാണ് നിൽക്കുന്നതെന്നുള്ളത്. ഓർക്കണം, ഈ വീട് ഈ റൂമിൽ ഞങ്ങൾ നിൽക്കുന്നത് ഒരു ദിവസം 1300 രൂപ, അതും പെർ നൈറ്റ്, ഒരു രാത്രിക്കാണ് അത്ര ഇത്. ആ 3000 രൂപ ആദ്യത്തെ 2 ദിവസം തന്നെ കഴിഞ്ഞു. അങ്ങനെ 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം
ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർ പൈസ തിരിച്ചാൽ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ സായി പോപ്പിന് നിങ്ങൾക്ക് അറിയാം, സായി പണ്ണന്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ ഞാൻ വീടെടുക്കാൻ വേണ്ടി കടം വാങ്ങി. അപ്പൊ ഈ കൊടുക്കാനുള്ളവന് ഞാൻ ആ 10,000 രൂപ അങ്ങോട്ട് കൊടുത്തു. പിന്നെ വീടെടുക്കാൻ പോലും കാശില്ലാതെ ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോഴും ഇന്ന് ഈ റൂമിൽ ഞങ്ങൾ എങ്ങനെ കിടക്കും എന്ന പൈസ കൊടുക്കേണ്ട ടൈം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ, എന്നിട്ട് അറിയാതെ ഓരോ ദിവസം ഓരോ ആൾക്കാരുടെ കടം വാങ്ങി ഇന്നേക്ക് 5 ദിവസമായില്ലേ, 5-4 ഓരോ ദിവസം 1000 രൂപ കടം വാങ്ങി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഫേസ് ക്രീമിന്റെ പ്രൊമോഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ, അവര് നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ള ഒരു പൈസ, സാധാരണ 15 ദിവസം കഴിഞ്ഞിട്ടാണ് പൈസ അവർ തരാറ്. വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ പൈസ തരാൻ പറഞ്ഞു. ആ വീഡിയോയിൽ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വീട് വിട്ടിറങ്ങി ഈ റൂം എടുത്തിട്ട് വീട്ടുകാരെന്നാ കൂടാർന്നോ എന്ന് ചോദിച്ച് അതേ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ആ വീഡിയോ ഇട്ടതിന് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പേര് എഴുതി വെച്ച് നാട്ടുകാരോടും പറഞ്ഞ് സൂയിസൈഡ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ആ വീഡിയോ പോലും ഞങ്ങൾ ഡിലീറ്റ് ആക്കി. ആ ഓർക്കണം, കയ്യിൽ 1 രൂപ ഇപ്പൊ നിലവിന്റെ കയ്യിലില്ല, ഭക്ഷണം കഴിക്കാനുള്ള ഫണ്ട് മാത്രമേ ഉള്ളൂ. ബ്രോ എന്താണ് ഈ പറയണത്? പൈസ വേണമെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകണം, അല്ലാതെ സോഷ്യൽ മീഡിയ മാത്രം നമ്മൾ വരുമാന മാർഗമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതുപോലെ വന്ന് പെട്ടുപോകും. സീരിയസ്ലി. ഓക്കെ, പല ക്രിയേറ്റേഴ്സും, ഞാൻ ഉൾപ്പെടെ പല ക്രിയേറ്റേഴ്സും ഇത്തരത്തിൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഈ പറയുന്ന വീഡിയോസ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ അപ്പുറത്തോട്ട് വീണാൽ മാത്രമേ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ആവുള്ളൂ. പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. അതല്ലാതെ ഒരു കാറ്റോ എല്ലാം അടിച്ച് നമ്മൾ തിരിച്ച് ഈ തേങ്ങ ഇപ്പുറത്തോട്ടാണ് കുഴിയിലോട്ടാണ് വീഴുന്നുണ്ടെങ്കിൽ വന്ന് വീഴാനെ കൊണ്ട് നമ്മുടെ കയ്യിലൊരു പ്ലാൻ ബി ഉണ്ടാവണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്ലാൻ ബിയും പ്ലാൻ സിയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ചെറിയ പ്രായത്തിൽ പോയി വിവാഹം കഴിക്കുന്നു. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. നിയമപരമായിട്ട് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ആർക്കും കല്യാണം കഴിക്കാം, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ എപ്പോഴും മുമ്പ് എൻ്റെ ഓഡിയൻസിനോട് ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ കുറച്ചുകൂടെ ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് പ്രണയിക്കാമല്ലോ, നമുക്ക് എത്ര നാൾ വേണമെങ്കിലും പ്രണയിക്കാം, ഒരു പ്രശ്നവുമില്ല, എങ്ങും എവിടെയും പോകുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എത്രയോ ആളുകൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ പ്രണയിക്കുന്ന ആൾക്കാരുണ്ട്. അത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നിലവിലില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്തിട്ട്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ, അല്ലെങ്കിൽ അല്ലാതെ ഇവരെ ഇതാക്കിയിട്ടോ അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പം നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈഫ് എന്താണെന്നുള്ളത് നമ്മളൊരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങൾ, എൻജോയ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നമ്മളൊരു എന്താ പറയുക, അത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ആ ഒരു സാധനമാണ്. അപ്പം നമ്മൾ അതിന് മുന്നേ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു എടുത്തുചാട്ടം എന്ന നിലയിൽ തന്നെ ആയിരിക്കും പല ആളുകൾക്കും ഫീൽ ചെയ്യുക. ഇപ്പം ഇവിടെ ആണെങ്കിലും നിങ്ങൾ വിവാഹശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ പഠിക്കാൻ വിടാം എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുന്ന 19 വയസ്സ് മാത്രമാണ് ആ ഒരു കുട്ടിക്കുള്ളത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ വിടാനെ കൊണ്ടുള്ളൊരു സാഹചര്യം ഇല്ല അല്ലേ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ല. അവിടെയാണ് കുറച്ചുകൂടെ ഇപ്പം ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു ആണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആവുക, സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അല്ലാതെ കല്യാണശേഷം ലാസ്റ്റ് നമ്മൾ ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകൂടെ അല്ലേ. ഇപ്പം സൈക്കോകൾ അത്രയും ചേർത്ത് നിർത്തുന്ന ഒരു ഹസ്ബൻഡ് ആയതുകൊണ്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം അതല്ലാതെ ഇപ്പം ഈ പറയുന്ന ചെറിയ പ്രായത്തിലല്ല, ഇപ്പം ഒത്തിരി പ്രായം കല്യാണം കഴിക്കുന്ന ആൾക്കാർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമുക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫേസ് ചെയ്യാനെ കൊണ്ട് നമ്മുടെ ഭാഗത്ത് ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുമല്ലോ ഈ കുറച്ച് കാലയളവിൽ. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും സ്റ്റിൽ ഇതിനകത്ത് ഞാനൊരു ഇൻവെർട്ടർ കോമയിൽ ഇട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും ഇപ്പോഴും ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി.